സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ, ഇപ്പൊ കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരാം. ഇപ്പൊ നമ്മുടെ മാജിക് പ്രാക്ടീസ് കുറച്ച് ദിവസമായില്ലേ? അപ്പൊ നമ്മളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏ ഓക്കെ. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ മാജിക് പ്രാക്ടീസ് തുടങ്ങിയിട്ട് 23-ാമത്തെ പ്രാക്ടീസാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ 23-ൽ എന്താണ് പറയുന്നത് വെച്ചാൽ നമ്മുടെ ബ്രീത്തിനെ ശ്രദ്ധിക്കാം. ഒരുപാട് പേര് ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് ഇനി നേരെ സെഷനിലേക്ക് തന്നെ കിടക്കാം. ചെറിയൊരു സെഷനാണ്. അപ്പോ ഈ ഇതിൽ പറയുന്നത് നമ്മുടെ ബ്രീത്തിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക, അതിന്റെ മാന്ത്രികത അനുഭവിക്കുക എന്നുള്ളത്. അപ്പോ നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും അല്ലേ? നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ ഇതിനെക്കുറിച്ച്, നമ്മുടെ ശ്വാസം നമ്മൾ എടുക്കുന്ന ഈ ഒരു ശ്വാസത്തെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ കുറെ കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തിട്ടുണ്ടോ? പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള നല്ല വീടിനും പിന്നെ നിങ്ങളുടെ സമ്പത്തിനും ക്യാഷിനൊക്കെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊടുക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ ശ്വസിക്കുന്ന ശ്വാസത്തിന്, ഒരു വായുവിന് നിങ്ങൾ എപ്പോഴെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടോ? ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മ്യൂട്ട് ചെയ്ത് പറയാം. നിങ്ങൾ എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്തിട്ടുണ്ടോ, അനുഭവിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അത് ഫീൽ ചെയ്യും. എപ്പോഴെങ്കിലും അല്ലേ? ഓക്കെ. റഫീഖ് പറയുന്ന ഉണ്ടെന്ന് പറയുന്നു. ഓക്കെ. റാഹിബ് പറയുന്നു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത് സിമ്പിൾ അല്ല. ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ജയിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നത് ശ്വാസം കൊണ്ടല്ലേ? ഇപ്പൊ ശ്വാസം ഒന്ന് സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ്, ഒരു 4 മിനിറ്റ്, 5 മിനിറ്റ് നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റുമോ? ശ്വാസം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എന്തായിരിക്കും? നിങ്ങളുടെ ജീവിതം എന്തായിരിക്കും? സ്റ്റക്ക് ആവൂലേ? ബുദ്ധിമുട്ടാവൂലേ? അപ്പോ ശ്വാസം കൊണ്ടാണ് നമ്മൾ നിലനിർത്തുന്നത്. അപ്പൊ നിങ്ങൾ ജീവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് മാറും. മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയും, ഇല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ വീട്, നമ്മുടെ ഫാമിലി, നമ്മുടെ റിലേഷൻഷിപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അല്ലേ? പക്ഷെ അത് പ്രധാനപ്പെട്ടതായി മാറുന്നത് എന്താണ്? നമ്മൾ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കത് പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, നമുക്കത് ശ്വാസം ഇല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും കാര്യമില്ല അല്ലേ? അപ്പോ നമ്മുടെ ഫസ്റ്റ് ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രീത്താണ്, നമ്മുടെ ശ്വാസമാണ്. നമ്മളത് ഫീൽ ചെയ്യാം. അപ്പൊ നമ്മുടെ മൈൻഡ്ഫുൾനെസ്സിലൊക്കെ പറയാറുണ്ട് അവെയർ ആയിട്ട് ജീവിക്കാന്ന് പറയില്ലേ? നമ്മളെപ്പോഴും അവെയർ ആവാന്ന് പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ ആരെങ്കിലും പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നമ്മുടെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? എങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പൊ നിങ്ങളെ ചാറ്റ് ബോക്സിൽ ഇടാം. ആ ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു സെഷനാണ്, അത് കിട്ടുന്നു. അതിന്റെ ചെയ്യാം. നോ എന്ന് പറയും. ഓക്കെ. അപ്പൊ നമ്മൾ ബ്രീത്ത്, നമ്മുടെ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നമ്മളിപ്പോൾ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഫുള്ള് ശ്രദ്ധ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങളിവിടെ ക്ലാസ് കേൾക്കുന്നു, നിങ്ങൾ വീഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ചിലപ്പോൾ വീട്ടിൽ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. ലേഡീസ് ഒക്കെ ചിലപ്പോൾ കിച്ചണില് ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ ആളുകൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോ ഇവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ശ്രദ്ധ, നമ്മൾ അവെയർ ആയിട്ടിരിക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മളത് ഫീൽ ചെയ്ത് നമ്മളത് അനുഭവിച്ചിട്ട് ചെയ്യാന്നുള്ളത് പറയും. അപ്പൊ നമ്മൾ അധികം ആളുകളും ജീവിക്കുന്ന എവിടെയാണ്? ശരീരം മാത്രം ഇവിടെ ഉണ്ടാവും അല്ലേ?
നമ്മുടെ മൈൻഡൊക്കെ നമ്മൾ ചിലപ്പോൾ പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആൻസൈറ്റി ഒക്കെ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊമെന്റിൽ, ഇപ്പോൾ നടക്കുന്ന ഈ മൊമെന്റിൽ ജീവിക്കുക എന്നുള്ളതാണ്. നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ, നമുക്ക് പല കാര്യങ്ങളും ചെയ്യാത്തതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും, അല്ലേ? ചിലപ്പോൾ പല അവസരങ്ങളും ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവില്ലെങ്കിൽ, പിന്നെ വരാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അതിനും ടെൻഷൻ ഉണ്ടാവും, അല്ലേ? ഇനിയിപ്പോ എന്താവും, ലൈഫ് എന്താവും, മുന്നോട്ടാണ് നമുക്ക് പോകുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് അതിനും നമുക്ക് ആൻസൈറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് ഇവിടെ ഇപ്പോ ഈ നിമിഷത്തിൽ ജീവിക്കാന്നുള്ളതാണ്. ഈ മൊമെന്റിൽ ഇപ്പോൾ നടക്കുന്ന എന്താണോ, നിങ്ങൾ ക്ലാസ് കേൾക്കുന്നു, നിങ്ങളുടെ ഇവിടെ തന്നെ ആയിരിക്കാം, നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് ഈ പ്രസന്റ് മൊമെന്റിൽ അവെയർ ആയിരിക്കുക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം എങ്ങനെ കഴിക്കാറുള്ളത്? ചില ആളുകള്, ഇപ്പൊ നമ്മൾക്ക് ചില ആളുകളുണ്ട്, കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന എങ്ങനെ, കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ ടി വി ഒക്കെ വെച്ച് കൊടുത്ത് ഫോണൊക്കെ കൊടുത്തിട്ടാണ് കാണിച്ചു കൊടുക്കാറുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇത് ഇപ്പൊ അടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ ഒരു ഏട്ടനെ കണ്ടിട്ടുണ്ടാവും. ആള് വീഡിയോ ഓൺ ചെയ്തിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന. അപ്പൊ അതേപോലെയാണ് നമ്മൾ അധികം ആളുകൾ ചെയ്യുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ യൂസ് ചെയ്ത്, അല്ലെങ്കിൽ പല കാര്യങ്ങളും സംസാരിച്ച്, പല തിരക്കിലും പല കാര്യങ്ങളും ചിന്തിച്ചിട്ടായിരിക്കും ചെയ്തത്. അപ്പോ നമ്മൾ ഈ കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാല്, നമ്മൾ ഫോൺ യൂസ് ചെയ്യാതെ ഫുഡിന്റെ ആ ടേസ്റ്റ് മനസ്സിലാക്കി, അത് അനുഭവിച്ച്, അതിന്റെ സ്മെല്ല്, അല്ലെ? നല്ല മീൻ പൊരിച്ചതും ബിരിയാണിക്കൊക്കെ നല്ല സ്മെല്ല് ഉണ്ടാവില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്, അല്ലേ? അത് ഫീൽ ചെയ്ത്, അത് ടേസ്റ്റ് ചെയ്ത്, അത് സ്മെല്ല് ചെയ്ത്, അത് ശ്രദ്ധിച്ച് അത് കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത് അത് അനുഭവിക്കാം. അതിന് ശേഷം, നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അത് ഫീൽ ചെയ്യാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറും, അല്ലേ? ചിലപ്പോൾ നമുക്ക് ഒരു ഉറക്കൊക്കെ വരും, കിടക്കണം തോന്നും. അതൊക്കെ ഫീൽ ചെയ്യുക. ചില ആളുകൾ നന്നായിട്ട് ഫുഡ് കഴിക്കും, പിന്നെ ചിലപ്പോൾ എണീക്കാനോ ഒന്നും കഴിയാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും, അല്ലേ? നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ബുദ്ധിമുട്ടാകും. അപ്പൊ അതൊക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ശരീരത്തിൽ എന്ത് നടക്കും, നമ്മുടെ ബോഡിയിൽ എന്താ നടക്കും, നമ്മുടെ മൈൻഡിൽ എന്തൊക്കെയാണ് ആ സമയത്ത്, എന്ത് ചിന്തകളാണ് വരുന്നതൊക്കെ, അതൊക്കെ ശ്രദ്ധിക്കുക, അതൊക്കെ ഫീൽ ചെയ്യുക. അതിന്റെ കൂടെ, ചിന്തകളുടെ കൂടെ പോവാതെ നമ്മൾ അതിനെ വാച്ച് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ നടക്കുമ്പോൾ, നമ്മളെല്ലാവരും നടക്കുന്ന ആളുകളാണ്, നിങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റെപ്പ് ഫീൽ ചെയ്യാം, നമ്മുടെ ബോഡിയുടെ ആ മൂവ്മെന്റ് ഒബ്സർവ് ചെയ്യാം. നമ്മുടെ ശരീരത്തിലൊക്കെ ഓരോ സെൻസേഷൻസ് ഉണ്ടാവാറുണ്ട്, അല്ലേ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാം. നമ്മുടെ ബ്രീത്തിങ് പോലും, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബ്രീത്തിനെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ ബ്രീത്ത് പോലും നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന, പോകുന്ന സമയത്ത് അതൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോഴൊക്കെ ഫീൽ ചെയ്യാം. അതേപോലെ പുറത്തേക്ക് വരുമ്പോൾ ഒരു ചൂടുണ്ടാവും, അവിടെ നമ്മുടെ ചൂടിന്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു ശ്വാസം വന്ന് തട്ടുന്ന സമയത്ത് അതൊരു ചൂട് അനുഭവപ്പെടും. അതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? അത് ഫീൽ ചെയ്യാറുണ്ടോ? നിങ്ങളിത് ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അനുഭവപ്പെടുള്ളൂ. അല്ലെങ്കിൽ ഇത് സ്വാഭാവികമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് വരുന്നു, ഇത് പുറത്തേക്ക് പോകുന്നു, അത് നമ്മൾ ചുമ്മാ ഒബ്സർവ് ചെയ്തിരിക്കുക. അപ്പൊ നമ്മുടെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ മൈൻഡ് സ്ലോ ആവും, നമുക്ക് ക്ലാരിറ്റി കിട്ടും. പല കാര്യങ്ങൾക്കും നമുക്ക് ക്ലാരിറ്റി കിട്ടും, നമുക്ക് സ്ട്രെസ് കുറയും. കാരണം നമ്മുടെ ചിന്ത എവിടെ ആയിരിക്കും? ഈ നിമിഷത്തിലാണ്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെയാണ്. നമ്മുടെ പാസ്റ്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവിടെ കട്ടായി പോയിട്ടുണ്ട്, അല്ലേ? നമുക്ക് അതിനെ കുറിച്ച് ഓർക്കുന്നില്ല. എല്ലാം പാസ്റ്റ്, നമുക്ക് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങൾക്ക് അതിന് വീണ്ടും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്, അല്ലേ? കഴിഞ്ഞു പോയി. ഫ്യൂച്ചർ ആണെങ്കിലോ അത് വരാനുള്ളത്, നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്കറിയാൻ പാടില്ല, അല്ലേ? നാളെ എന്തായിരിക്കും. അപ്പൊ വരാനിരിക്കുന്ന, നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതിന് നല്ലത് എന്താണ്? നമുക്ക് ഇപ്പൊ എന്ത് അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്, എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, അത് അനുഭവിക്കാൻ, അത് ഫീൽ ചെയ്യാൻ,
അത് ആസ്വദിക്കുക, അത് എൻജോയ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൈൻഡ് സ്ലോ ആയിരിക്കും. നമുക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി കുറയും, സ്ട്രെസ് കുറയും, ടെൻഷൻ കുറയും, എല്ലാം കുറഞ്ഞു വരും. അപ്പോൾ അധികം ആളുകളും എന്താണ്, ഓട്ടോ പൈലറ്റ് മോഡിലാണ് ജീവിക്കുന്നത്. ഇല്ലേ? നമുക്ക് ഓരോ രാവിലെ എണീക്കുന്നു, നമുക്കൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ടാവും അല്ലെ? നമ്മളൊരു ഓട്ടോ പൈലറ്റ് മോഡിൽ ഓട്ടോമാറ്റിക് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. രാവിലെ എണീക്കുന്നു, അലാം അടിക്കുന്നു. എല്ലാവരും ഇല്ലേ? ഞാൻ മാത്രമുള്ള വീഡിയോയില് കഴിയുന്നവരൊക്കെ വീഡിയോയിൽ വരാം കേട്ടോ. അപ്പൊ അലാം അടിക്കുന്നു, നമ്മൾ ചില ആളുകൾ അത് ഓഫ് ചെയ്തിട്ട് എണീക്കുന്നു, ചില ആളുകൾ എന്താണ് സ്നൂസ് ചെയ്തിട്ട് വീണ്ടും ഉറങ്ങുന്നു, പിന്നെ കുറെ കഴിഞ്ഞിട്ട് എണീക്കുന്നു, പിന്നെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ കാര്യങ്ങൾ നോക്കുന്നു, പിന്നെ കുറച്ച് ടെൻഷനായി വേഗം എണീറ്റ് വർക്കിന് കാര്യങ്ങളൊക്കെ പിന്നെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ഓടുന്ന, ഫുഡ് കഴിക്കാൻ നേരമില്ല. അങ്ങനെ നമ്മള് സ്ഥിരമായിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഇല്ലേ? നമ്മുടെ ഒരു പാറ്റേൺ ആയി മാറി, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ടാവും. നമ്മള് ഗ്രാജുവലി മാറിയതാണ്, ഒറ്റ ദിവസം കൊണ്ട് മാറിയതല്ല. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ 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 മാറിയിട്ടുള്ളതായിട്ട്. അപ്പോൾ ഈ ഒരു മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ ബ്രീത്ത് ശ്രദ്ധിച്ച്, നിങ്ങളത് ആസ്വദിച്ച്, നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഓട്ടോ പൈലറ്റ് മോഡ് ഓഫ് ആവും. അത് ഓഫ് ആയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് അവയർനെസ് അവിടെ ഓൺ ചെയ്യുന്നതാണ്. അല്ലേ? അത് ഓൺ ആവും. അപ്പൊ നമുക്ക് പല കാര്യങ്ങളും, നമുക്ക് സമയമില്ല, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും മിസ് ചെയ്യുന്നത് നമുക്ക് സമയം ഇല്ലാത്തത് കൊണ്ടല്ല, നമുക്ക് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. പല കാര്യങ്ങളും നമുക്ക് നടക്കാതെ പോകുന്നത്, നമുക്ക് സമയമില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇല്ല, നമുക്കത് ഫീൽ ചെയ്യുന്നില്ല, അനുഭവിച്ചിട്ടില്ല എന്ന് പറയുന്നത്, കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് സമയമില്ലാത്തത് കൊണ്ടൊന്നല്ല. നമുക്ക് നമ്മളെക്കാൾ ബിസിയുള്ള വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കും നമുക്കും ഒക്കെ ഒരേ സമയം തന്നെയാണുള്ളത്. പക്ഷെ നമ്മൾ അവെയർ ആവുന്നില്ല, നമ്മൾ അതിനെ മാനേജ് ചെയ്യുന്നില്ല, നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നില്ല, ഫീൽ ചെയ്യുന്നില്ല. ഒന്നുമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും ഇല്ലാതെ പോകുന്നത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ബ്രത്തിനെ, നമ്മുടെ ശ്വാസത്തെ ഫീൽ ചെയ്യാതെ? ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞ കാര്യങ്ങൾ? മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇവിടെ ആരും കാണാനില്ല, ഞാൻ മാത്രമുള്ള വീഡിയോ ഒക്കെ ഓൺ ആക്കിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് നിങ്ങളൊരു ചാറ്റ് ബോക്സിലോ ഒരു കമന്റ് ആയിട്ടെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഓക്കെ, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ ശ്വാസം ഫീൽ ചെയ്യാത്തത്? നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കാരണം നമ്മൾ ജീവിക്കുന്നത് പ്രസന്റിലല്ല. അല്ലേ? നമ്മൾ ബ്രീത്തിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ശ്വാസത്തെ ഫീൽ ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് പ്രസന്റിലല്ല, നമ്മൾ എപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. ഇപ്പൊ ബോഡി ഇവിടെ ഉണ്ടാവും, അല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ടാവും, ക്ലാസ് കേൾക്കുന്നുണ്ടാവും, ഇല്ലേ? നിങ്ങളുടെ ബോഡി ഇവിടെ മാത്രമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ചിന്തകൾ വേറെ എന്തെങ്കിലും ആയിരിക്കും, ഇത് കഴിഞ്ഞിട്ട് വേണം വേറെ പല കാര്യങ്ങൾ ചെയ്യാൻ. ചിലപ്പോൾ ഓഫീസിലെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇല്ലേ? ചിലപ്പോൾ ബോസ് ഇന്നലെ കുറച്ച് ഡ്യൂട്ടിക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യാനുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്തിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അതൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്ന് മീറ്റിങ്ങിൽ എന്ത് പറയും, അങ്ങനെ കുറെ ചിന്തകളോടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളോടായിരിക്കും ഇരിക്കുന്നത്. ഇന്നലത്തെ ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള പല കാര്യങ്ങളെ കുറിച്ചും ചിന്തിച്ചിട്ടുകൊണ്ടായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. നിങ്ങളെല്ലാവരും അവെയർ ആയിട്ട് നിങ്ങളെ ഫീൽ ചെയ്ത് ഇവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മള് ജീവിക്കുന്ന എവിടെയാണ്? പാസ്റ്റില് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്. മൈൻഡ് എപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലായിരിക്കും. അപ്പൊ ബോഡി ഇവിടെ ഉണ്ടാവും, മൈൻഡ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. ഇപ്പൊ ബ്രീത്ത് ഫീൽ ചെയ്യാൻ, നമുക്ക് നമ്മുടെ ബ്രീത്ത് ഫീൽ ചെയ്യാൻ വേണ്ടി എന്താണ് വേണ്ടത്? നമ്മുടെ മൈൻഡ് ഇവിടെ വേണം, അല്ലേ? അപ്പൊ നിങ്ങൾ ഇവിടെ വേണം, നിങ്ങൾ അവെയർ ആവണം, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോഴേ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനും എല്ലാത്തിനും അറിയണം. ഇവിടെ നമ്മുടെ ബ്രീത്തിങ് വേറൊരു റീസൺ എന്താണ്? ബ്രീത്തിങ്
ഓട്ടോമാറ്റിക് ആണ് അല്ലേ? നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യമല്ല. ഇത് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും, നമ്മൾ ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലും ഇതിവിടെ നടക്കും. അപ്പൊ മൈൻഡ് അതിനെ ശ്രദ്ധിക്കൂല അല്ലെ? നമ്മൾ അതിനെ ശ്രദ്ധിക്കില്ല. മൈൻഡ് എന്താണ് ചെയ്യുന്നത്? നമുക്ക് പുതിയ കാര്യങ്ങൾ തേടും. ഇല്ലേ? നമ്മൾ എപ്പോഴും മൈൻഡിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു കാര്യം കിട്ടി, നിങ്ങൾക്ക് പുതിയ എന്തെങ്കിലും കിട്ടി, അപ്പൊ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് സമയങ്ങൾ മാത്രം അതിനെക്കുറിച്ച് സന്തോഷം ഫീൽ ചെയ്യാനും ഇതിനെക്കുറിച്ച് ഓർക്കാനും കുറഞ്ഞ സമയങ്ങൾ മാത്രമായിരിക്കും അല്ലേ? പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? പിന്നെ പുതിയത്, അടുത്ത കാര്യങ്ങൾ, ഇനി എന്താ പുതിയത്, ആ കാര്യങ്ങളിലേക്കായിരിക്കും നിങ്ങളുടെ മൈൻഡ് ശ്രദ്ധിക്കുന്നത്. മറ്റതിന്റെ ആ ഫീലൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പുതിയ കാര്യങ്ങൾ തേടിക്കൊണ്ടിരിക്കും മൈൻഡ്. പിന്നെന്താണ് ശ്രദ്ധിക്കുന്നത്? നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമുക്ക് ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെ അപകടങ്ങൾ വരുന്നു, എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലേ? നമ്മുടെ പാറ്റേൺ അങ്ങനെയാണ്, നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ സേഫ് ആക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് അപകടം വരുന്നത് എപ്പോഴും പറയും അല്ലേ? അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നിങ്ങൾക്ക് പ്രശ്നം വരും. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? ഇത്തരം കാര്യങ്ങളിലായിരിക്കും. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതേപോലെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളും അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബ്രീത്ത് നോർമൽ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മൈൻഡും നമ്മുടെ എല്ലാം അത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ബ്രീത്തിനെ നമുക്ക് ശ്വാസത്തെ ഫീൽ ചെയ്യാൻ എഫേർട്ട് വേണം, അവയർനെസ് വേണം എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് പഴയ പോലെ തന്നെ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും ഇത് പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞത് വലിയ സുഖമുള്ള കാര്യം, എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എനിക്ക് എപ്പോഴും അവയർ ആവണം. ചിലപ്പോൾ നമ്മൾ പ്രാക്ടീസ് ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യും, ചിലപ്പോൾ ഒറ്റ ആര് പറയുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. പിന്നെയും പഴയ കാര്യങ്ങളിലേക്ക് പോകും. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് 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 തന്നെ നിങ്ങൾ ഇതിലേക്ക് വരണം. അപ്പോ ഇത് പ്രാക്ടീസ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് ശ്രദ്ധിക്കാതെ പോകും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ എന്താണ്, ഇത് പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. നിങ്ങൾക്ക് പഠിക്കുന്നതും നിങ്ങളത് ഫീൽ ചെയ്യുന്നതും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ച് ചെയ്തുകൊണ്ടുണ്ടാവും. നമുക്കൊക്കെ ഓരോന്നിലും പറയുന്ന കാര്യങ്ങൾ നമ്മൾ മൈൻഡ്ഫുൾ ആവുക, നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ജീവിക്കാം, നമ്മളിത് ഫീൽ ചെയ്യുക, എന്തുണ്ടെങ്കിലും ഫീൽ ചെയ്യാന്ന് പറയും. നിങ്ങള് ഇപ്പൊ നല്ല വെയിലുള്ള ഒരു സമയം, അതൊക്കെ നല്ല ചൂടുള്ള സമയമാണ് അല്ലെ? അപ്പൊ നിങ്ങൾ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് നിങ്ങളത് ഫീൽ ചെയ്ത് കഴിഞ്ഞാല് അപ്പൊ നമ്മൾ ആദ്യം ചിന്തിക്കണം, "ഓ, ഭയങ്കര വെയിലാണല്ലോ, എനിക്കിത് താങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ചൂടാണ്, പൊള്ളി പോകുന്നു" എന്നുള്ള ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ വരെയാണ് നടക്കാനുള്ളത് അതുവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആ വെയിൽ എത്ര ചൂടാണെങ്കിലും നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കത് അവയറായിട്ട് അതിനെക്കുറിച്ച് നല്ല ഫീലിലൂടെ പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആ ചൂട് ഇരിക്കില്ല, നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല, നിങ്ങളത് തളർത്തില്ല, നിങ്ങൾക്ക് ആ ചൂട് പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കില്ല. ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. നിങ്ങൾ ആ പോകുന്ന സമയത്ത് അയ്യോ എനിക്ക് ഭയങ്കര ചൂടാണല്ലോ, വെയിലാണല്ലോ, ഇതെന്നെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ എന്നുള്ളത് അത് ഒഴിവാക്കിയിട്ട് നിങ്ങളത് ഫീൽ ചെയ്യാം. ഒരു സ്റ്റേജ് ഷോയില് മോഹൻലാലിനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അറിയില്ല, തലവേദന എന്ന് പറയുന്നത് നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അപ്പൊ നമ്മുടെ അസുഖങ്ങൾ വരെ, നമ്മുടെ പനി വരെ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും, അസുഖങ്ങളായാലും വെയിലായാലും തണുപ്പായാലും അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കില്ല. നിങ്ങളെ അവയർ ഡൗട്ട്. ചോദിച്ചു ഈ രോഗങ്ങള് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യാൻ കഴിയുക? ഫീൽ ചെയ്യാന്ന് പറഞ്ഞത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, അതവിടെ അവെയർ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ശരീരം, നമുക്ക് രോഗങ്ങൾ വരുന്നുണ്ട്, നമുക്ക് 90% രോഗങ്ങൾ വരുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ് നോക്കുന്നത് അല്ലെ? നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലാത്തതുകൊണ്ട്, നമ്മൾ സ്ട്രെസ് പല കാര്യങ്ങളിലേക്കും പോകുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ഫീൽ ചെയ്യും. നമുക്ക് തലവേദന വരുന്ന സമയത്ത് നമുക്ക് അത് ശ്രദ്ധിക്കാം, അവെയർ ആവുക എന്നുള്ളതാണ്. നമ്മൾ അതിനെ ശ്രദ്ധിക്കാം. ആ സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു. പനി വരുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കാം, കിടക്കണം തോന്നും അല്ലേ?
പെയിൻ ഉണ്ടാവും, തലവേദന ഉണ്ടാവും, മറ്റുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ നമ്മളങ്ങനെ ഇരുന്നിട്ട് അതിന്റെ കൂടെ വിഷമിക്കാതെ സങ്കടപ്പെടാതെ അത് അയ്യോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നുണ്ടല്ലോ എന്ന് തോന്നാതെ ഇത് ബുദ്ധിമുട്ടാണ് കേട്ടോ, പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അവെയർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്, അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഓരോ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഈ കാര്യങ്ങൾ വരുന്ന നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ പെയിന് വരുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ പെയിന് വരുന്ന സമയത്ത് നിങ്ങൾ അവിടെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഓരോ സിഗ്നൽ തരിക, നമ്മുടെ ശരീരം നമുക്ക് ഓരോ സിഗ്നൽ തരുന്നു. എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് ദാഹം വരുന്നുണ്ട് അല്ലെ, ഭക്ഷണം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് സിഗ്നൽ തരുന്നുണ്ട്, വിശക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും നമുക്ക് സിഗ്നൽ തരുന്നുണ്ട്. നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്, നിങ്ങളെ ബോഡി വീക്കാണ്, നിങ്ങളെ ശ്രദ്ധിക്കാനായിട്ടുള്ള സിഗ്നലാണ് നിങ്ങൾക്ക് തരുന്നത്, അസുഖങ്ങളായിട്ട് വരുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. നിങ്ങളുടെ ഒരുപാട് കാട് കയറി ചിന്തിക്കുന്നു, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് സ്ട്രെസ് ആവുന്നു, ടെൻഷൻ ആവുന്നു, ഡിപ്രഷനിലേക്ക് പോകുന്നു. അത് നിങ്ങളുടെ ബോഡിക്കും പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ, അത് അവിടെ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എനർജി, ഇതിൽ മൈൻഡ്ഫുൾനെസ് പറയുന്നത് നമ്മുടെ എനർജി എല്ലാം ബ്ലോക്ക് ആണ്. നമ്മുടെ ഇതൊക്കെ നമുക്ക് EFT ചെയ്താണല്ലേ, അപ്പൊ അതിൽ പറയുന്നത് നമ്മുടെ എനർജി അല്ലേ അത് ബ്ലോക്ക് ആവുന്നത്, അതിനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അല്ലെ, ടാപ്പ് ചെയ്തിട്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതിൽ പറയുന്ന കാര്യം എങ്ങനെയാ വെച്ചാൽ നമ്മൾ ഫീൽ ചെയ്യുന്ന നമ്മുടെ ഓരോ എനർജി പോയിന്റ്സും നമ്മൾ ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി സ്കാൻ ചെയ്യാന്ന് പറയും. നമ്മുടെ കാലിന്റെ പാദം വിരല് മുതൽ നമ്മുടെ തലയുടെ മുകൾ ഭാഗം വരെയുള്ള എല്ലാ ബോഡി പാർട്സും നമ്മൾ സ്കാൻ ചെയ്യാന്ന് പറയും. നമ്മൾ സംസാരിക്കുന്നു, ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് വരെ ഞാൻ അതിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്ത് പറയുന്നു അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മൾ പല കാര്യങ്ങളും പലയിടത്തും ബ്ലഡ് ബ്ലഡ് സർക്കുലേഷൻ സ്ലോ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം അവിടെ സ്റ്റക്ക് ആയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കുന്ന സമയത്ത് ഓരോ ഭാഗത്തും ശ്രദ്ധിക്കുന്ന സമയത്ത് അത് ഫീൽ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റായി മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത്തരം പറഞ്ഞ കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല, പല അസുഖങ്ങളും മാറും അല്ലെ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങളെ വീടിന്റെ മുറ്റം നിങ്ങളൊരു 3-4 ദിവസം അല്ലെങ്കിൽ നിങ്ങൾ വീടിന്റെ ഉള്ളിൽ തന്നെ ശ്രദ്ധിക്കാതെ വരുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കാം, പല കാര്യങ്ങളും വന്ന് അല്ലേ, മരത്തിൽ നിന്ന് ഇലയ്ക്ക് വീണ് മുറ്റത്തൊക്കെ ഒരുപാട് ഇലകൾ ഇവിടെ പുല്ല് മുളയ്ക്കും, കളകൾ മുളച്ച് വരും നിങ്ങൾ ശ്രദ്ധിക്കാതാവുന്ന സമയത്ത്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളെ ശ്രദ്ധിക്കാതാവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ ഫീൽ ചെയ്യാൻ പറ്റാത്ത സമയത്ത് നിങ്ങളിലേക്ക് പല അസുഖങ്ങളും വരും, നിങ്ങളുടെ മൈൻഡിലേക്ക് പല ചിന്തകൾ, ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. നിങ്ങൾ അവെയർ ആവുന്ന സമയത്താണ് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന, അവെയർ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് കാമായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡും ബ്രീത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ബ്രീത്ത് ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ചേഞ്ച് ആവും അല്ലേ, മൈൻഡ് ചേഞ്ച് ആവുന്ന സമയത്തും ബ്രീത്തും ചേഞ്ച് ആവും. അതെങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് ടെൻഷൻ ആവുന്ന സമയത്ത്, നിങ്ങൾക്ക് നന്നായിട്ട് ടെൻഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കാം, നിങ്ങളുടെ ശ്വാസം ഫാസ്റ്റ് ആവും അല്ലെ. ചിലപ്പോ ചില സമയത്ത് സ്റ്റക്ക് ആവും അല്ലെ, നമുക്ക് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് നന്നായിട്ട് ടെൻഷൻ വരും, പേടി വരുന്ന സമയത്ത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ട്. നമുക്ക് ടെൻഷൻ വരുമ്പോ, നമുക്ക് പേടി വരുമ്പോ നമ്മുടെ ബ്രീത്ത് ഫാസ്റ്റ് ആവും. നമ്മളെ കാമായി കഴിഞ്ഞാലോ സ്ലോ ആവും അല്ലെ. നമുക്ക് അവിടെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. മറ്റത് നമുക്ക് നമ്മളെയും കൺട്രോൾ ചെയ്യാൻ പറ്റൂല, നമ്മുടെ മൈൻഡിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റൂല. പക്ഷെ മൈൻഡ് കൺട്രോൾ ചെയ്യാൻ, നമുക്ക് ഈ മൈൻഡ് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് അത്രയും ടെൻഷനും ഓവർത്തിങ് ചെയ്യുന്ന വരുന്ന സമയത്ത്, മറ്റുള്ളതിനെ കുറിച്ച് ചിന്തകൾ വരുന്ന സമയത്ത്, നമുക്കൊരു പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക്
അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിനെ നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കൂടുതൽ ചിന്തകൾ വരാൻ തുടങ്ങും അല്ലേ? അത് ഒന്നൊന്ന് നെഗറ്റീവ് ആണെങ്കിൽ ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് കണക്ട് ചെയ്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകും. പിന്നീട് നമുക്ക് അതുകൊണ്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അല്ലെ? ചിലപ്പോൾ നമ്മള് പൊട്ടിത്തെറിക്കും അല്ലെ? നമ്മുടെ പിന്നെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മുടെ വൈഫ്, ഹസ്ബൻഡ്, അങ്ങനെ മക്കള്, അവരോടൊക്കെ നമുക്ക് ആ ഒരു ദേഷ്യം കാണിക്കും അല്ലെ? നമുക്ക് നമ്മുടെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മള് ഇവിടെ കൺട്രോൾ ചെയ്യാൻ എന്താണ് സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഈസി ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ ബ്രീത്തിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ കുറച്ചു നേരം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിന്തയെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് അവിടെ പിടിച്ചിരുത്താൻ പറ്റില്ല. അപ്പൊ നമ്മളെ ഈ ബ്രീത്തിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ, അത് ബ്രീത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് അവിടെ കാമാക്കാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, സ്ലോ ആയിട്ട് നിങ്ങൾ ബ്രീത്ത് എടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടും. സ്ലോ ആയിട്ട് ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് സിഗ്നൽ കിട്ടും, എല്ലാം സേഫ് ആണ് അല്ലേ? എപ്പോഴും പിന്നെ മെഡിറ്റേഷൻ ഒക്കെ തുടങ്ങുന്ന സമയത്ത് എന്താണ് ബ്രീത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറയുന്നില്ലേ? നമ്മുടെ ബോഡിയും മൈൻഡിനെയും ആദ്യം റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്മളൊന്ന് കാമാക്കി കൊണ്ടുവന്നിട്ടാണ് പിന്നെ ബാക്കി അഫർമേഷനും വിഷ്വലൈസേഷനൊക്കെ അതിൽ പറയുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ ബ്രീത്തിനെ മൈൻഡിനെ കാമാക്കി കൊണ്ടുവന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഒരു സിഗ്നൽ കിട്ടും, എല്ലാം സേഫ് ആണ്. അപ്പോൾ സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി കുറയാൻ തുടങ്ങും, കുറഞ്ഞു വരും. അങ്ങനെ ഇതേപോലെ ടെൻഷനോ കാര്യങ്ങളുള്ള സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നിങ്ങൾ ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ ലോങ് ബ്രീത്ത് എടുക്കുക. ഒരു 5 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ പുറത്തേക്ക് വിടുന്ന സമയത്ത് ഒരു 6 7 സെക്കൻഡ് സമയം എടുത്തിട്ട് പുറത്തേക്ക് വിടുക. എന്നിട്ട് ഒന്നും കൂടെ അവിടെ ഹോൾഡ് ചെയ്ത് പിടിക്കുക. ബോക്സ് ബ്രീത്തിങ് എന്ന് പറയും. നമ്മൾ ആദ്യം ശ്വാസം എടുക്കുക, അതേപോലെ അവിടെ നിന്ന് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, പിന്നെ സമയം എടുത്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക, പിന്നെ അവിടെ നിന്ന് കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് പിടിക്കുക, വീണ്ടും ശ്വാസം എടുക്കുക. അപ്പൊ ആ സമയത്ത് ഇതേപോലെ സ്ട്രെസ്സും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കുറഞ്ഞ് നമ്മൾ കാമായിട്ട് നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോ അടുത്ത പോയിന്റ്, നമുക്ക് ബ്രീത്തും ഇമോഷൻസും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? എല്ലാ ഇമോഷൻസും നമ്മുടെ ഒരു ബ്രീത്തിങ് പാറ്റേൺ ആണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെ, നേരത്തെ പറഞ്ഞ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശ്വാസം ഭയങ്കര ഫാസ്റ്റ് ആവും, ഹെവി ആവും, നമുക്ക് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ ഫീൽ ചെയ്യും അല്ലെ? ദേഷ്യം വരുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബ്രീത്തൊക്കെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തൊരവസ്ഥ വരും അല്ലേ? ഭയങ്കര ഹെവി ആവും. ദേഷ്യം വരുന്ന ഫിയർ വരുമ്പോൾ എന്താ സംഭവിക്കാം? അവിടെ സ്റ്റക്ക് ആവും അല്ലേ? പേടിച്ച് അവിടെ സ്റ്റക്ക് ആവും. ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയി മാറും ചെയ്യും. സങ്കടം വന്നാലോ? ഈ ഫീലിങ്സ് ഒക്കെ വരുന്ന സമയത്ത് എന്താ? സങ്കടം വന്നാലും ഇതേപോലെ ഹെവി ആയിട്ട് മാറും. കാമായാലോ അപ്പോൾ മാത്രമാണ് നമുക്ക് ഡീപ്പായിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ ബ്രീത്ത് കിട്ടുന്നതും റിലാക്സ് ആകാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഓരോ ഇമോഷൻസും നമ്മുടെ ശ്വാസമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ഇമോഷൻ മാറുന്ന സമയത്ത് നമുക്ക് ആ ഒരു വികാരം മാറുന്ന സമയത്ത് നമ്മുടെ ബ്രീത്ത് മാറും. ബ്രീത്ത് മാറിയാൽ ഇപ്പൊ ബ്രീത്തിനെ മാറ്റിയാൽ അല്ലേ? അപ്പൊ അവിടെ വികാരത്തെ മാറ്റാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രീത്തിനെ ഒന്ന് മാറ്റിയാൽ നിങ്ങളുടെ ഇമോഷനും മാറും. അപ്പൊ അധികം ആളുകളും ശ്രമിക്കുന്നത് എന്താണ്? നമ്മുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാനാണ്. കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്താണ്? നമുക്ക് കൺട്രോൾ ചെയ്യാൻ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മുടെ ബ്രീത്ത് ചേഞ്ച് ചെയ്യാന്നല്ല. അപ്പൊ ഈ ബ്രീത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇമോഷൻസും ചേഞ്ച് ചെയ്യും. ദേഷ്യം വരുന്ന സമയത്ത് സ്ലോ ബ്രീത്ത് എടുക്കുക. ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അപ്പോൾ ലോങ് ആയിട്ട് പുറത്തേക്ക് വിടുക. ഓവർ തിങ്കിങ് ആണെങ്കിലോ, ഓവർ തിങ്കിങ് വരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ശ്രദ്ധിച്ച് അത് കൗണ്ട് ചെയ്യാം. ഉള്ളിലേക്ക് പോകുന്നത്
1 2 3 4 5 നമ്മൾ കൗണ്ട് ചെയ്തിട്ട് അതേപോലെ അവിടെ നിന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ അതും കൗണ്ട് ചെയ്യാം. എന്നിട്ട് പുറത്തേക്ക് വിടുന്നതും കൗണ്ട് ചെയ്തിട്ട് പുറത്തേക്ക് വിടാം. അപ്പൊ നമ്മുടെ ഈ ബ്രീത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? ഈ ബ്രീത്ത് നമ്മുടെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസം നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പൊ സ്ലോ ബ്രീത്ത് എടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ സിഗ്നൽ തരുന്നു നമ്മൾ സേഫ് ആണെന്നുള്ളത്. അല്ലേ? നമ്മുടെ മൊത്തത്തില് നമ്മുടെ നെർവസ് സിസ്റ്റം ആണ് നമ്മൾ മൊത്തത്തിൽ നമ്മുടെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോ നമുക്കൊരു സിഗ്നൽ അവിടെ കിട്ടും, എല്ലാം സേഫ് ആണ്. അപ്പോൾ ഫാസ്റ്റ് ആയിട്ട് ബ്രീത്ത് എടുക്കുന്ന സമയത്ത് എന്താണ്, ബോഡിക്ക് അവിടെ വേറെ സിഗ്നൽ കിട്ടും. നമുക്ക് സിഗ്നൽ കിട്ടും, ഡേഞ്ചർ ആണ്, പ്രശ്നം കുറച്ച് ഗുരുതരാണെന്നുള്ള സിഗ്നൽ കിട്ടുന്ന സമയത്ത് നമ്മുടെ ചിന്തകളും നമ്മുടെ ബോഡിയൊക്കെ അതിനായിട്ട് റിയാക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മൈൻഡിനോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമെല്ലാം നമുക്ക് ബ്രീത്ത് മാത്രം ശ്രദ്ധിച്ച് ഇതിനെ അവെയർ ആയിട്ട് അതിൽ കണക്റ്റ് ആയിട്ട് പോയാൽ മതി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു, ഇപ്പോൾ ബ്രീത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി, മൈൻഡ്ഫുൾനെസ്സിനെ കുറിച്ച് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ, അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു, ഈ ഒരു കാര്യം ഇല്ലെങ്കിൽ ഇത്ര കാര്യങ്ങൾ സ്റ്റക്ക് ആയി കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും, ഇതൊന്നും അനുഭവിക്കാനോ ഇതൊന്ന് ഫീൽ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ള അവസരം ഉണ്ടാവും, അല്ലേ? അത് ഇല്ലാതായി പോകും. അപ്പൊ സിമ്പിളായിട്ട് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. നമുക്കുള്ളതിനെ, നമുക്ക് കിട്ടിയ ഓരോ ശ്വാസത്തിനും നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാം. ആ ഒരു ശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കുന്നത്. കുറച്ച് അല്ലേ, ശ്വാസം നേരിട്ട് നമുക്ക് കിട്ടാതെ അല്ലെ, ഹോസ്പിറ്റലിലൊക്കെ ഒരുപാട് ആളുകൾ മാസ്ക് വെച്ചിട്ട് അല്ലെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഈ യൂണിവേഴ്സിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യാത്തത്, നമുക്ക് ഫീൽ ചെയ്യാത്തത്, നമുക്ക് ഉണ്ടെന്ന് ഫീൽ ചെയ്യാത്തത്. അപ്പൊ നമുക്ക് ഒരു നിമിഷം അത് നഷ്ടപ്പെടുമ്പോഴാണ് ഇപ്പൊ ഓരോ കാര്യങ്ങളും ഇവിടെ ഉണ്ട്, ഇത് ഉണ്ടായിരുന്നു, ഇത് എത്രത്തോളം എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, എൻ്റെ ജീവിതത്തിന് എത്രത്തോളം ഭാഗമായി മാറിയിരുന്നു, എനിക്ക് എത്രത്തോളം നല്ലതായി മാറിയിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള ഫീല് വരുന്നതൊക്കെ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ മാത്രമാണ്. അപ്പൊ നഷ്ടപ്പെടുന്നതിന് മുൻപ് നമുക്കിതൊക്കെ ഉള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, നമുക്ക് ഓരോ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുന്ന സമയത്ത്, ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് വീണ്ടും വീണ്ടും അതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കാനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് എത്തിച്ചു തരുന്നു. അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഓരോ ബ്രീത്തും ഒരു ഗിഫ്റ്റാണ്. നിങ്ങൾ ബ്രീത്തിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിന് അപ്രിഷിയേറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ഇന്ന് ഇന്നത്തെ പ്രാക്ടീസിങ് മാജിക് പ്രാക്ടീസ് ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ സമാധാനം എന്താണെങ്കിലും പുറത്തല്ല, അത് നിങ്ങളുടെ ഉള്ളിലാണ്. നിങ്ങൾ അതിലേക്ക് എത്താൻ ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബ്രീത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നീട് ഒരു അവസരത്തിൽ നമുക്ക് ഒരു നല്ലൊരു സെഷനായിട്ട് തന്നെ, വേറെ സെഷനായിട്ട് തന്നെ നമുക്കത് ചെയ്യാം. ബ്രീത്ത് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഓരോ ശ്വാസവും ഇത് പറഞ്ഞ പോലെ ഓരോ അനുഗ്രഹങ്ങളാണ്. ഇത് ഫീൽ ചെയ്യാൻ, അനുഭവിക്കുക, ആസ്വദിക്കുക, മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക, ഗ്രേറ്റ്ഫുൾ ആയിട്ട് ജീവിക്കുക. അപ്പൊ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവും. നിങ്ങൾക്കത് ഇന്നു മുതൽ നിങ്ങൾക്കത് അനുഭവിച്ചറിയാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട. നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ നോക്കണ്ട. നിങ്ങളുടെ ബ്രീത്ത് മാത്രം ശ്രദ്ധിച്ച് നിങ്ങൾ അവെയറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളിപ്പോ ഈ നിമിഷത്തിൽ എന്താണ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ മാത്രം ഒന്ന് ചിന്തിച്ച് അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിക്കാതെ അത് ഫീൽ ചെയ്ത് അതിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കാണാം. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ചോദിച്ചോ. നമ്മള് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ തോട്ടോ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പോകുമല്ലോ. ഫ്യൂച്ചറിൽ നമ്മൾ തോട്ടായി പോകും. ഉം. അതെങ്ങനെയാണ് നമുക്ക് ആ സമയത്ത് ഫ്യൂച്ചറിന്
സമയത്ത് ഇങ്ങനെ ചോദിച്ചോളൂ. ഈ ഈ ഒരു ഞാൻ ഇപ്പൊ എങ്ങനെ ജീവിക്കാൻ കഴിയും? ഫ്യൂച്ചറുമായിട്ട് വർക്ക് ചെയ്യുവാണോ? ഏഹ് ഇപ്പൊ ജീവിക്കുവാണോ? മനസ്സിലായോ? ഉം. അതെങ്ങനെയാണ്? നമ്മളെവിടെയും പറയുന്നില്ല, ആരും പറയുന്നില്ല ഭാവിയെ കുറിച്ച് ചിന്തിച്ചില്ലേ, നാളെ സംഭവിക്കാൻ പോകുന്ന നാളെ ഉണ്ടോ? നമുക്ക് നാളെ ഉണ്ടോ? നമുക്ക് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ് അല്ലെ. നമ്മൾ പിന്നെ കഴിഞ്ഞു പോയ കാര്യം അത് കഴിഞ്ഞു, അതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. നാളത്തെ കുറിച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാം? ടെൻഷൻ തന്നെയാണ് അല്ലെ. നമുക്ക് ആൻസൈറ്റി വരും ആ നാളത്തെ കുറിച്ച്. ഇപ്പൊ നമുക്ക് നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നത് ഇല്ലാത്തതിനെ കുറിച്ച് ചിലപ്പം നമ്മൾ ചിന്തിച്ചിട്ടാണ് നമ്മൾ പല സമാധാനം നഷ്ടപ്പെടുന്നത്. ഭാവി വരാനുള്ള കാര്യം എല്ലാത്തിലും പറയുന്നത് ഈ നിമിഷത്തിൽ ജീവിക്കാന്നുള്ള ശരിക്കും പറയുന്ന കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ആസ്വദിച്ച് ജീവിക്കാന്നുള്ളത്. അപ്പൊ നാളത്തെ കാര്യങ്ങൾ നടക്കും. നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപിൽ വരും. നമുക്ക് വന്ന് ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമുക്കൊന്നും നമ്മൾ ബലം പിടിച്ച് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പൊ നമുക്ക് ഗോള് വേണം, സ്വപ്നങ്ങൾ വേണം. അതിനെക്കുറിച്ച് ടെൻഷൻ ആവാതെ നിങ്ങൾക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അല്ലെ, വിഷ്വൽ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാവിയെ കുറിച്ച് വിഷ്വൽ ചെയ്യാൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഹാപ്പിനെസ് വരണം. ഇല്ല, അത് കിട്ടിക്കഴിഞ്ഞാൽ ഫീലാണ് വരേണ്ടത്. അപ്പൊ അവിടെ ടെൻഷൻ അല്ല. ടെൻഷൻ ആണെങ്കിൽ അത് കറക്റ്റ് അല്ല. നമ്മൾ ചിന്തിക്കുന്നത് കറക്റ്റ് അല്ല. നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റ് അല്ല. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റണം. അതാണ് പറയുന്നത്. മൈൻഡ്ഫുൾനെസ്സിലേക്ക് എപ്പോഴും എല്ലാത്തിലും പറയുന്നത് നിങ്ങൾ അവെയർ ആയിട്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളത് പറയുന്നത്. നാളത്തെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ടെൻഷൻ വരും. കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് സങ്കടം വരും അല്ലേ. പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും നമ്മൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. നമ്മൾ ജീവിക്കുന്നവിടെ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നുണ്ട് അല്ലെ, ഇവിടെ ഇരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സന്തോഷം തരാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും. നമുക്ക് ഹാപ്പിനെസ് തരുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടല്ലോ, അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ലൈഫിൽ അങ്ങനെ പോയിട്ടുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും ഇങ്ങനെ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് അറിയുന്നത്. അപ്പോഴേക്ക് അതന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത്രയും പറയുന്നത് ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആയി ഞാനിത് പ്രാക്ടീസ് ചെയ്തു. ചിലപ്പോൾ നമുക്കിത് വിട്ടുപോകും. പിന്നെയും അത് ഫീൽ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സുഖമുള്ള ഒരു കാര്യമാണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് ഓവറായിട്ടൊന്നും ആവശ്യം ഉണ്ടാവില്ല. ഒരുപാട് കാര്യത്തെക്കുറിച്ച് നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ പറ്റും. ഇന്നലെ ഞാനിങ്ങനെ വൈഫ് ഹൗസ് വൈഫിന്റെ കൂടെ മോളെ കൊണ്ട് പോകുന്ന സമയത്ത് നമ്മളെന്തോ കാര്യത്തിന് ഭയങ്കര വാശി പിടിച്ച് കരയും. വൈഫ് ഭയങ്കര ആലോചിച്ചിട്ട് അതിനെ കുറിച്ച് എനിക്ക് പറയുന്നത് ഞാൻ കൂളായിട്ട് ഞാൻ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതെ, അപ്പൊ ഞാൻ എനിക്ക് എന്റെ മുഖത്തൊരു ഭാവമോ മാറ്റവും സംഭവിക്കാറുണ്ട്. വൈഫിനോട് എന്നോട് ദേഷ്യം വരുന്നുണ്ട്. ആളത് അതില് ആള് ബുദ്ധിമുട്ടാണ്. എനിക്കും അത് കേൾക്കുന്നുണ്ട്, എൻ്റെ അടുത്ത് ആളിരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഞാനത് ആസ്വദിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാനവിടെ കൂളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ വൈഫ് അത് ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ കൂളായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, ഞാൻ സംസാരിക്കുന്നുണ്ട്, മോളോട് സംസാരിക്കുന്നുണ്ട്, വൈഫിനോട് സംസാരിക്കുന്നു. അപ്പൊ ആൾക്ക് എന്നോട് ദേഷ്യം, വൈഫിന് എന്നോട് ദേഷ്യം. അപ്പൊ ആളത് കൊണ്ട് ബുദ്ധിമുട്ടാണ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് ആ സിറ്റുവേഷൻ ഒഴിവാക്കാൻ പറ്റും. നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മളെ ബാധിക്കാതെ, നമ്മളെ മൈൻഡിലേക്ക് ബാധിക്കാതെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. ഓരോ സിറ്റുവേഷനും നമുക്ക് നമ്മളെ ബാധിക്കാതെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല, ദേഷ്യം ഉണ്ടാവില്ല, വെറുപ്പുണ്ടാവില്ല, ആരോടൊന്നും തോന്നുന്നു ഫീൽ ചെയ്യില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് നമ്മളിലേക്ക് നോക്കിയിട്ട് നമ്മൾ എന്താണെന്നുണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്കത് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഇപ്പൊ നമുക്ക് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് നോക്കാം. പ്രാക്ടീസ് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇന്ന് ബുക്കിൽ പറയുന്നത് നിങ്ങൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഒന്ന് ഇരുന്ന് ചിന്തിക്കാം. അത് മനഃപൂർവ്വം നിങ്ങൾ അത് ശ്രദ്ധിക്കാന്നുള്ളത്. മനഃപൂർവ്വം 5 പ്രാവശ്യം നിങ്ങൾ ബ്രീത്ത് എടുക്കുക. നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ, നിങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു ശ്വാസം പോകുന്നത്, അത് സഞ്ചരിക്കുന്നത്, ആ വായു സഞ്ചരിക്കുന്നത് അനുഭവിക്കുക. ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും അതും ഫീൽ ചെയ്യാന്നുള്ളത് പറഞ്ഞു.
ഇതിൽ പറയുന്നത് 5 പ്രാവശ്യം ശ്വാസം എടുക്കുക എന്നുള്ളതാണ്. അത് പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ അവെയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുന്ന കാര്യമായിട്ട് പറയുന്നത്. എല്ലാവരും നിങ്ങളും എല്ലാ സമയത്തും എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫീൽ ചെയ്യും. ഒരു ദിവസം പോലും നിങ്ങൾക്കത് ഫീൽ, ഒരു ദിവസം നിങ്ങൾക്കത് ഫീൽ ചെയ്യും. പല സമയത്തും നമുക്ക് വിട്ടുപോകും, മറന്നു പോകും, കാര്യങ്ങളൊക്കെ മറന്നു പോകും. പക്ഷെ നമുക്ക് ഓർമ്മ വരുന്ന സമയത്ത്, എനിക്ക് എഴുതിയ പോലെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും, ആര് നിങ്ങളെ കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും ദേഷ്യപ്പെട്ടാലും നിങ്ങൾക്ക് അവരോട് ഒന്നും, നിങ്ങൾക്ക് ദേഷ്യമോ വെറുപ്പോ ഒന്നും ഫീൽ ചെയ്യും. നമുക്കത് മനസ്സിലാവും. അത് അവരുടെ അങ്ങനെയാണ്, അവരുടെ പാറ്റേൺ എങ്ങനെയാണ്, അവരനുഭവിച്ചത് അങ്ങനെ. അതുകൊണ്ടാണ് അവര് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നമ്മളോട് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് അതെന്നെ ബാധിക്കുന്ന വിഷയമല്ല. ഞാൻ എന്നിലേക്ക് ശ്രദ്ധിച്ച് എന്നെ കണ്ടെത്തി ഞാൻ എന്താണെന്നുള്ള ഫീൽ ചെയ്ത് എനിക്കതവിടെ പോകാൻ പറ്റും. നിങ്ങളുടെ ഓറ അല്ലേ, നമുക്കും ഒരു നെഗറ്റീവായ ആളുകളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അത് നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കണക്ട് ചെയ്തിരിക്കാൻ പറ്റും. നിങ്ങൾ അത്തരം ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വരെ നിങ്ങൾക്കത് നിങ്ങളുടെ ഉള്ളിലേക്ക് അത് എടുക്കാൻ പറ്റില്ല. നിങ്ങളെ ശ്രദ്ധിക്കണം. നിങ്ങളപ്പോ ആ ഒരു, അവർ നിങ്ങളോട് നെഗറ്റീവ് പറയുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത്, അതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോ അത് എൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പാടില്ല എന്നുള്ള ഓട്ടോമാറ്റിക് മെസ്സേജ് അടക്കപ്പോൾ നിങ്ങൾക്കത് അവെയർ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഇതാണ് നിങ്ങൾക്ക് ഈ ബുക്കിൽ പറയുന്നത് ഇങ്ങനെയല്ല കേട്ടോ. ഇത് ഞാൻ ഒരു സെഷൻ ആക്കി എടുക്കുന്നു. ഇതിൽ നിങ്ങൾക്ക് ഇതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളതാണ്. അപ്പോൾ ബാക്കി മൈൻഡ്ഫുൾനെസ്സും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ആഡ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഓരോ സെഷനിലും. നമ്മുടെ മാജിക് പ്രാക്ടീസ് എന്ന് പറയുന്നത് റോണ്ടോവൻ പറയുന്ന അതേപോലെയല്ല ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത്. ഞാൻ എൻ്റെ കുറേ കാര്യങ്ങളും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടാണ്, ഇതിൽ മൈൻഡ്ഫുൾനെസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ പ്രാക്ടീസും തരുന്നത്. അപ്പോൾ ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു സർ. ഉണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു. ഉപകാരപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടോ? ഉപകാരപ്പെട്ടു. ആദ്യമായിട്ടാണ് കുവൈത്തില് നമ്മള് ഇപ്പോഴും ഈ സമയത്ത് ജീവിക്കണം എന്ന് പറയുന്നത് ഉം, ഉം, ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. ഉം. ഇതാണ് എല്ലാം. ഇതിനെ കുറിച്ച് ഒരുപാട്, വൃത്തിനെ കുറിച്ച് ഒരുപാട് ഇപ്പോ ഇതിലുണ്ടല്ലോ, നമ്മുടെ യോഗയിലൊക്കെ പ്രാണായാമം, ഒരുപാട് പ്രാണായാമം ചെയ്യാനുണ്ട്. ഇപ്പൊ ഒരുപാട് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രീത്ത് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മൾ ശ്വാസം എടുക്കുന്നത് നിങ്ങൾ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ശ്വാസം എടുക്കുന്നത് കറക്റ്റ് അല്ല. നമുക്ക് നമ്മൾ വളർന്നു വരുന്ന ഓരോ സാഹചര്യം കൊണ്ട് നമ്മൾ ശ്വാസം എടുക്കുന്ന രീതിയിലും നമ്മൾ അനുഭവിക്കുന്ന അതെങ്ങനെ? രീതിയൊക്കെ മാറ്റം വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കറക്റ്റായിട്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ശ്വാസം എടുക്കുന്ന ചെറിയ കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നേരെ വയറ് പോകുന്നതായിരിക്കും കാണുന്നത്. ചെറിയ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് അവരെ ശ്രദ്ധിച്ചാൽ മതി. അവരുടെ വയറ് പോകുന്നു, ശ്വാസം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് വയറ് പോകുന്നുണ്ടാവും, പുറത്തേക്ക് പോകുന്ന സമയത്ത് വയറിങ്ങനെ താവുന്നുണ്ടാവും. ഇതാണ് കറക്റ്റ് ശ്വാസം എടുക്കുന്ന രീതി എങ്ങനെയാണ്. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ പോകുന്നത്, നമ്മളത് ശ്രദ്ധിക്കുക. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, കാണുന്നുണ്ടാവും. വയറായിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ശ്വാസം കൈ വെച്ചിട്ട് നമ്മുടെ വയറിൽ അമർത്തി പിടിക്കുക. അങ്ങനെ വെച്ചിട്ട് ശ്വാസം എടുക്കുക. അപ്പോൾ വയറ് പോകുന്നതായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ നിങ്ങൾ വയറായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രാക്ടീസ് ചെയ്യാം. എന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വിടുന്ന സമയത്ത് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്യുക, ശ്വാസം നിർത്തിക്കൊള്ളു. അതേപോലെ ശ്വാസം എടുക്കുമ്പോൾ വീണ്ടും കൈ ആ വയറിലേക്ക് എടുത്തിട്ട് കൈ പൊക്കുക. നമ്മുടെ ശ്വസിക്കുന്ന രീതിയിൽ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും എല്ലാം ഒരുപാട് ചേഞ്ച് ചെയ്യും. ഒരുപാട് നല്ല എല്ലാം ചേഞ്ച് ചെയ്യും. ഓക്കെ, താങ്ക് യു, താങ്ക് യു. പിന്നെ പുതിയൊരു താങ്ക് യു സർ. പ്രാക്ടീസ് ആയിട്ട് നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു.